ഇന്നത്തെ റെസിപ്പി ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡറാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീട്ടിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ കൊടുക്കാം. ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിലക്കടല, ബദാം, കാഷ്നട്ട്, വാൾനട്ട്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ് ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫ്ലാക്സ് സീഡ് ഒഴിച്ച് ബാക്കിയെല്ലാം തുല്യ അളവിലാണ് എടുത്തിരിക്കുന്നത്. അതായത് ബാക്കിയെല്ലാം 100 ഗ്രാമിൽ എടുക്കുകയാണെങ്കിൽ ഫ്ലാക്സ് സീഡ് അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഓരോന്നും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 3 to 5 മിനിറ്റ്സൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് അത് തണുക്കാൻ അനുവദിക്കുക. തണുത്തതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കണം. ഫൈൻ പൗഡറായി പൊടിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ഒരു മിക്സി ജാറിലാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കിയ പ്രോട്ടീൻ പൗഡർ പാലിലോ അല്ലെങ്കിൽ ഷെയ്ക്കിലോ അതുപോലുള്ള എന്തെങ്കിലും ജ്യൂസിലോ നമുക്ക് ചേർത്ത് കഴിക്കാം. ഒരു ഗ്ലാസ്സിൽ 1-2 സ്പൂൺ ചേർത്ത് കഴിക്കാം. നമ്മൾ തയ്യാറാക്കിയ ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡർ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാം. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്